നമസ്കാരം, ചലഞ്ചർ ആപ്പിന്റെ ടീച്ചിങ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും ഒരാഴ്ചയും കൂടെ ഉള്ളൂ ഇനി നമ്മുടെ യു പി സ്കൂൾ അസിസ്റ്റന്റിന്റെ പരീക്ഷയ്ക്ക്, യു പി സ്കൂൾ ടീച്ചറിന്റെ പരീക്ഷയ്ക്ക്. ജൂലൈ മാസം 6-ാം തീയതിയാണ് പരീക്ഷ നടക്കാൻ പോകുന്നത്. ആദ്യം യു പി സ്കൂൾ ടീച്ചറും പിന്നീട് എൽ പി സ്കൂൾ ടീച്ചറിന്റെ പരീക്ഷയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതുന്ന യു പി സ്കൂൾ ടീച്ചറിന്റെ പരീക്ഷ, അതിന്റെ അവസാനവട്ട ഫൈനൽ ലാബ് പ്രിപ്പറേഷനിലാണ് എല്ലാ ഉദ്യോഗാർത്ഥികളും. അപ്പോൾ ഈ ഒരാഴ്ചയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഉൾപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ഈ ലാസ്റ്റ് 1 വീക്കിൽ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഇനി പഠിക്കാത്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പുതിയ ടോപ്പിക്കുകൾ പഠിച്ച് കംപ്ലീറ്റ് ആക്കാനുള്ള സമയമൊന്നുമില്ല. ശരിക്കും ഈ ഒരു 1 വീക്ക് എന്ന് പറയുന്നത് ഫൈനൽ റിവിഷന്റെ സമയമാണ്. ഫൈനൽ റിവിഷന്റെയും അതുപോലെ തന്നെ ആണെങ്കിൽ നിങ്ങളുടെ സ്ട്രെങ്ത് ആയിട്ടുള്ള ടോപ്പിക്കുകൾ പോളിഷ് ചെയ്ത് അതിൽ നിന്ന് 1 മാർക്ക് പോലും നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പിക്കേണ്ട സമയമാണ്. ഓക്കെ, വീക്കായിട്ടുള്ള ടോപ്പിക്കുകൾ പഠിച്ചെടുക്കാനുള്ള സമയമല്ല ഈ ലാസ്റ്റ് 7 ഡേയ്സ് അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക് എന്ന് പറയുന്നത്. അപ്പൊ അത് ആദ്യമേ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ റിവിഷനെ കുറിച്ച് പറയുന്ന സമയത്ത് ആദ്യം നമുക്ക് ഇതിന്റെ ഒരു ടോട്ടൽ വെയിറ്റേജ് നോക്കാം. ഓരോ ടോപ്പിക്കും അതിന്റെ വെയിറ്റേജ് നോക്കാം. നമുക്കറിയാം, ഈ ഒരു വെയിറ്റേജ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് ടോപ്പിക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്, ഏറ്റവും കൂടുതൽ മാർക്കുകൾ നോക്കാം. ഹിസ്റ്ററിക്ക് 12 മാർക്കാണ്. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അതിൽ ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, കേരള ഹിസ്റ്ററി ഉണ്ട്, അതുപോലെ തന്നെ ആണെങ്കിൽ വേൾഡ് ഹിസ്റ്ററി, അതായത് നമ്മുടെ നദീതട സംസ്കാരങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഗമാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പൊ അതില് 10 മാർക്കും +2 2 മാർക്ക് കറണ്ട് അഫയേഴ്സും കൂടെ ചേർന്നിട്ടാണ് 12 മാർക്ക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണെങ്കിൽ മറ്റൊന്നാണ് ജോഗ്രഫി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, സോഷ്യോളജി. ഈ പോർഷൻസിൽ നിന്ന് 7 മാർക്ക്, അതായത് 5+2 5 മാർക്ക് ഈ സബ്ജക്റ്റിൽ നിന്നും 2 മാർക്ക് അതിന്റെ ഭാഗമായിട്ടുള്ള കറണ്ട് അഫയേഴ്സുമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ടോപ്പിക്കാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറയുന്നത്. ഫിസിക്സ് 9 മാർക്കിനാണ്. 9 മാർക്ക് എന്ന് പറയുമ്പോൾ 7+2 ആണ് അല്ലെ. 7 മാർക്ക് ഈ ഫിസിക്സിൽ നിന്നും 2 മാർക്ക് കറണ്ട് അഫയേഴ്സിൽ നിന്നും, അങ്ങനെ 9 ആണ്. കെമിസ്ട്രി അതുപോലെ തന്നെയാണ്, 7+2 ആണ്. ബയോളജി ആണെങ്കിൽ 6+2 ആണ്. ഓക്കെ, 6 മാർക്ക് ബയോളജിയിൽ നിന്നും, 2 മാർക്ക് അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കറണ്ട് അഫയേഴ്സ്. ഓക്കെ, പിന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള മറ്റൊരു പോർഷൻ ആണ് അരിത്തമെറ്റിക് അല്ലെങ്കിൽ മാത്സ് എന്ന് പറയുന്നത്. മാത്സിൽ നിന്ന് മാത്രം 15 മാർക്കാണ്. മാത്സ് ആൻഡ് റീസണിങ് 15 മാർക്കാണ്. സൈക്കോളജി ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള പോർഷൻ 20 മാർക്ക്. പിന്നെ ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം 10 മാർക്ക്. ഇതാണ് നമ്മുടെ ടോട്ടൽ 100 മാർക്സിന്റെ സിലബസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കിയാൽ മതി, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള പോർഷൻസ് എന്ന് പറയുന്നത് ഈ കാണുന്ന പോർഷൻസ് ആണ്. ഒന്ന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതായത് സയൻസ് എന്ന് പറയുന്ന പോർഷൻ. സയൻസ് എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് മാത്രമായിക്കൊണ്ട് നമുക്ക് ഏറെക്കുറെ 26 മാർക്കിനോളം ചോദ്യങ്ങളുണ്ട്. ഞാൻ പറയുന്നത് അതിന്റെ കറണ്ട് അഫയേഴ്സ് കൂടെ ചേർന്നിട്ടാണ് അല്ലെ. അല്ലാതെ കറണ്ട് അഫയേഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏറെക്കുറെ 20 മാർക്കിനാണ്. പക്ഷെ കറണ്ട് അഫയേഴ്സ് കൂടെ ചേർന്ന് വരുമ്പോൾ 26 മാർക്കിനോളം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സയൻസ് എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് മാത്രം മാർക്കുണ്ട്. അപ്പൊ സയൻസ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. രണ്ടാമത് സൈക്കോളജി, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളതാണ് സൈക്കോളജി. സൈക്കോളജിയിൽ നിന്ന് 20 മാർക്കാണ്. പിന്നെ 15 മാർക്ക് മാത്സിൽ നിന്ന്. അപ്പൊ ഈ ഒരു പോർഷനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മനസ്സിലാക്കുക, എല്ലാവരും സൈക്കോളജി പഠിക്കും, സംശയമില്ലല്ലോ. എല്ലാവരും സൈക്കോളജി വളരെ ഇൻട്രസ്റ്റോട് കൂടി തന്നെ പഠിക്കും. കാരണം 20 മാർക്ക് ഉള്ളത് കൊണ്ട് മാക്സിമം അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, നിങ്ങളുടെ ഈ മൊത്തം 100 മാർക്കിന്റെ സിലബസിൽ ഓക്കെ റാങ്ക് മേക്കിംഗ് ആവാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതിലൊരു ടേണിംഗ് പോയിന്റ് ആവാൻ പോകുന്നത് ഈ 3 സബ്ജക്ട്സ് ആണ്. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും സൈക്കോളജിയും ഉൾപ്പെടുന്ന സബ്ജക്റ്റുകൾ. ഓക്കെ, ഈ പോർഷൻസ് ആയിരിക്കും ശരിക്കും റാങ്ക് മേക്കിംഗ് എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും GK-യിൽ എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഒരു 10-20 മാർക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതിനുള്ള സ്കോപ്പ് അവിടെയുണ്ട്. അത് നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നേ ഉള്ളൂ. GK മാത്രമല്ല, GK-യിൽ നിന്നും മലയാളത്തിൽ നിന്നൊക്കെ ആയിക്കൊണ്ട് നിങ്ങൾക്ക് 10-20 മാർക്കോളം നേടിയെടുക്കാൻ പറ്റും. അപ്പൊ ഈ പോർഷൻസ് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ നേടിയെടുക്കാൻ സാധിക്കും പരീക്ഷയ്ക്ക്. അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഈ 3 സബ്ജക്ട്സിന് ഈ ഫൈനൽ റിവിഷന്റെ സമയത്ത്, ഈ ഫൈനൽ ലാപ്പിലാണെങ്കിൽ നിങ്ങൾ വലിയ പ്രാധാന്യം കൊടുത്ത് റിവൈസ് ചെയ്യണം. ഏതെങ്കിലും ഭാഗത്ത് സംശയങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തീർക്കുക. മാക്സിമം ഫിസിക്സിന്റെയും കെമിസ്ട്രിന്റെയും ബയോളജിയുടെയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അതിലെ സംശയങ്ങൾ കംപ്ലീറ്റ്ലി ദൂരീകരിക്കുക. ഏറ്റവും കൂടുതൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ക്വസ്റ്റ്യൻസ് എല്ലാം SCERT ബേസ്ഡ് തന്നെയാണ്. SCERT ചാപ്റ്ററുകളെ അരിച്ചു പെറുക്കി നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. SCERT പാഠപുസ്തകങ്ങളിലെ ബോക്സുകൾ പോലും നിങ്ങൾ വായിച്ച് പഠിച്ചിട്ട് വേണം ഈ പരീക്ഷയ്ക്ക് വേണ്ടി പോകാൻ. പിന്നെയുള്ളത് സൈക്കോളജിയാണ്. സൈക്കോളജിയും ലഭ്യമായിട്ടുള്ള റിസോഴ്സുകൾ വെച്ചിട്ടൊക്കെ, ലഭ്യമായിട്ടുള്ള നിങ്ങൾക്ക് കയ്യിലുള്ള നോട്ട്സുകളും അതുപോലെ തന്നെയാണെങ്കിൽ റാങ്ക് ഫയലുകളും വീഡിയോ ക്ലാസ്സുകളും
ക്വസ്റ്റ്യൻസും നോട്ട്സ് ഒക്കെ വെച്ചിട്ട് മാക്സിമം പഠിച്ച് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് ആ ഭാഗത്തിൽ നിന്ന് മാർക്ക് നഷ്ടപ്പെടാത്ത രീതിയിൽ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും പോർഷൻസ് ആണ് റാങ്ക് മേക്കിംഗ് ആവുന്നത്. പിന്നെ മാത്സ് എന്ന് പറയുന്ന പോർഷൻ. മാത്സ് എന്ന് പറയുന്നത് ചില ആളുകൾക്ക് മാത്സ് ടഫ് ആയിരിക്കും, ചില ആളുകൾക്ക് മാത്സ് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സോഷ്യൽ സയൻസ് ഒക്കെ പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം മാത്സ് ഒരു പക്ഷേ ടഫ് ആയിരിക്കാം. ഓക്കെ, പക്ഷേ സയൻസ് പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം മാത്സ് ഒരു പക്ഷേ എളുപ്പമായിരിക്കാം. അപ്പോൾ രണ്ട് കൂട്ടരും വരുന്ന പരീക്ഷയാണിത്. അതുകൊണ്ട് തന്നെ മാത്സിൽ ഈ പറഞ്ഞ പോലെ ബെനിഫിറ്റുള്ള ആളുകളുണ്ട്, മാത്സ് ചലഞ്ചിങ് ആയിട്ടുള്ള ആളുകളുണ്ട്. മാത്സിൽ മാക്സിമം സ്കോർ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, അതായത് ഈ പറയുന്ന 5 മാക്സിമം സ്കോർ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റാങ്ക് ലഭിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഉയർന്ന മാർക്ക് നിങ്ങൾക്ക് ഉണ്ടാവും, റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഇടം പിടിക്കുകയും ചെയ്യും. ഞാൻ വീണ്ടും പറയുന്ന മക്കളെ, ഈ 5 ഈ പറയുന്ന 5 സബ്ജക്ട്സ് ആണ് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരുന്നത് നിശ്ചയിക്കുന്ന പ്രധാനപ്പെട്ട 5 സബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഈ 5 സബ്ജക്ട്സ് അവസാന വട്ട പഠനത്തിൽ അല്ലെങ്കിൽ റിവിഷനിൽ നിങ്ങൾ മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. എങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ബാക്കിയുള്ള സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ ഈ ഹിസ്റ്ററി ആവട്ടെ, ജോഗ്രഫി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, സോഷ്യോളജി പോലെയുള്ള സബ്ജക്ട്സിനൊക്കെ അത്യാവശ്യം മാർക്ക്, കുറച്ചധികം മാർക്ക് നിങ്ങൾക്ക് ഇത് എല്ലാവർക്കും നേടിയെടുക്കാൻ സാധിക്കും. പക്ഷേ ഈ ഭാഗത്ത് നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ സ്കോർ ലഭിക്കുകയുള്ളൂ. അപ്പൊ ഇത് മാക്സിമം ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഇതാണ് ഈ ലാസ്റ്റ് 1 വീക്കിൽ ചെയ്യേണ്ട ഒരു കാര്യം. രണ്ടാമത്, നിർബന്ധമായിട്ടും ഇനി അങ്ങോട്ടുള്ള 7 ദിവസങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദിവസവും ഒരു മാതൃകാ പരീക്ഷയെങ്കിലും എഴുതുക എന്നുള്ളതാണ്. ദിവസവും ഒരു മോഡൽ എക്സാം അല്ലെങ്കിൽ ഒരു PYQ, ഒരു മോഡൽ എക്സാം, ഒരു PYQ. ഓക്കെ, ഇത് നിങ്ങൾ ഒരു മോഡൽ എക്സാമും ഒരു PYQ എഴുതാൻ പറ്റുമെങ്കിൽ അത്ര നല്ലതാണ്. മിനിമം ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾ ചെയ്തിട്ട് പോകണം. അതായത് മാക്സിമം ക്വസ്റ്റ്യൻസ്, മാക്സിമം എക്സാംസ് ഈ ലാസ്റ്റ് 1 വീക്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓരോ സബ്ജക്ട് എടുത്ത് പഠിക്കുന്നതിനേക്കാൾ ബെറ്റർ ആണ് മാക്സിമം എക്സാംസ് പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നത്. കാരണം ഒരു എക്സാമിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, 100 ക്വസ്റ്റ്യൻസ് ആണ് ഒരു എക്സാമിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. 100 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അവിടെ 100 ടോപ്പിക്സ് നിങ്ങൾ പഠിക്കായി. അപ്പൊ നിങ്ങൾ പഠിച്ച ടോപ്പിക്സ് എല്ലാം റിവൈസ് ചെയ്യും. അപ്പോൾ ഒരു പരീക്ഷ എഴുതാൻ നിങ്ങൾ സാധാരണ പരീക്ഷ എഴുതുന്ന പോലെ തന്നെ 1.25 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 1.5 മണിക്കൂർ നിങ്ങൾ പരീക്ഷ എഴുതാന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ദിവസം 2-3 പരീക്ഷ നിങ്ങൾക്ക് എഴുതാനുള്ള സമയം കിട്ടും. ആ 2-3 പരീക്ഷ എഴുതിയതിനു ശേഷം അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു 3 എക്സാംസ് ഒരു ദിവസം എഴുതാൻ കഴിയുള്ളൂ. കാരണം നിങ്ങൾ മാക്സിമം സമയം സ്പെൻഡ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അതും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും പഠിക്കുമ്പോൾ തന്നെ അത്യാവശ്യം സമയം ഒരു 8-9 മണിക്കൂറാകും. അപ്പോൾ എന്തായാലും അറ്റ്ലീസ്റ്റ് മിനിമം ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി ശ്രമിക്കുക, അതിന് റിലേറ്റഡ് ഫാക്ട്സും ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അങ്ങനെയാകുമ്പോൾ ഒരുപാട് പോർഷൻസ് നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് കിട്ടും. അതെല്ലാം മറന്നുപോയ പോർഷൻസ് ആണെങ്കിൽ ഓർക്കാനും പറ്റും, അറിയാത്ത പോർഷൻസ് ആണെങ്കിൽ റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുമ്പോൾ ഓർത്തെടുക്കാനും പറ്റും. അപ്പൊ ഈ രീതിയിൽ എല്ലാവരും നിങ്ങളുടെ അവസാനവട്ട പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 6-ാം തീയതിയാണ് പരീക്ഷ. മലയാളം പോലെയുള്ള സബ്ജക്റ്റുകൾ, ടഫ് ആയിട്ടുള്ള മലയാളം പോലുള്ള സബ്ജക്റ്റുകളാണെങ്കിൽ അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കുന്ന ആളുകളുണ്ട്. അത് മോശമാണെന്ന് ഞാൻ പറയില്ല. ഓക്കെ, ചില ആളുകൾക്കാണെങ്കിൽ ലാസ്റ്റ് ഡേ, തലേ ദിവസം മലയാളത്തിന്റെ കാര്യങ്ങളൊക്കെ വായിച്ചു പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഓർമ്മയുണ്ടാവും എന്ന നിലക്കൊക്കെ പഠിച്ചു പോകുന്ന ആളുകളുണ്ട്. നല്ല കാര്യമാണ്. നിങ്ങളുടെ ഒരു രീതി എങ്ങനെയാണോ അങ്ങനെ തന്നെ പഠിക്കുക. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഈ 5 സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നാലും ഓൾ ദി വെരി ബെസ്റ്റ്. ചലഞ്ചർ ആപ്പിൽ ദിവസവും രാവിലെ 5 മണി തൊട്ട് രാത്രി 9 മണി വരെ ഡെയിലി എക്സാം 100 മാർക്കിന്റെ മാതൃകാ പരീക്ഷ നടക്കുന്നുണ്ട്. രാത്രി 10 മണിക്ക് അതിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. കുറെ ദിവസങ്ങളായിക്കൊണ്ട്, കുറെ മാസങ്ങളായിക്കൊണ്ട് നടക്കുന്നതാണ്. ഇനി ഈ പരീക്ഷ എഴുതാത്ത ഉദ്യോഗാർത്ഥികൾ അറ്റ്ലീസ്റ്റ് ഈ അവസാന വീക്കിലെങ്കിലും ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യുക. ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന ഈ പരീക്ഷയിൽ നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ റാങ്ക് എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും, നിങ്ങളുടെ നിലവാരം എത്രയെന്ന് മനസ്സിലാക്കാൻ പറ്റും. മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ്.